നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു. വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. സംഭവം കുന്നംകുളം നഗരസഭ ഓഫീസിനടുത്തുള്ള വൺവേയിൽ താലൂക്ക് ആശുപത്രി പരിസരത്ത്. ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെയാണ് സംഭവം. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഗുരുവായൂരിങ്ങപ്പുറം പീച്ചിലി വീട്ടിൽ 46 വയസ്സുള്ള ബിജു. മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വലൂർ പടി പാലത്തിനടിയിൽ വെച്ച്. ഭക്തിപുരസരം പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ച. ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഭക്ഷണ വിതരണം ഞായറാഴ്ച രാവിലെ മുതൽ. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിക്കെതിരെ സമൂഹം പ്രതികരിക്കണമെന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ചയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം. മരത്തങ്കോട് പഞ്ചായത്ത് വ്യവസായ കേന്ദ്രം കെട്ടിടത്തിനോട് ചേർന്ന് ഇടിഞ്ഞു താഴ്ന്ന കിണർ ജിയോളജി വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ സംഘം സമീപത്തെ വീട്ടുകാരോട് താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മാറി നിൽക്കാൻ അഭ്യർത്ഥിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെയാണ് അപകടം. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ നഗരസഭ ഓഫീസിന് സമീപത്തെ വൺവേ റോഡിലാണ് സംഭവം. റോഡരികിൽ ചെരിവുള്ള ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ക്രെയിൻ കമ്പികൾ ഇറക്കുന്നതിനിടെ ഭാരം ഒരു വശത്തേക്ക് കേന്ദ്രീകരിച്ചതിനാൽ ഒന്നാകെ ഉലഞ്ഞു മറിയുകയായിരുന്നു. സമീപത്തെ ആൽമരത്തിൽ തട്ടി ക്രെയിൻ നിന്നതിനാൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലറുകളിലേക്ക് ഭാരമേറിയ കമ്പികൾ പതിച്ചില്ല. സ്ഥലത്ത് ആളുകൾ ഇല്ലാതിരുന്നതും വാഹനങ്ങളുടെ തിരക്കുണ്ടാകാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി. ക്രെയിനിൽ ഡ്രൈവർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് വൺവേ റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിൽ നിന്ന് കമ്പികൾ നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഗുരുവായൂരിങ്ങപ്പുറം പീച്ചിലി വീട്ടിൽ 46 വയസ്സുള്ള ബിജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ തേങ്ങയെടുക്കാൻ ഇറങ്ങിയ ബിജുവിനെ കാണാതായത്. തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അർദ്ധരാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ശക്തമായ ഒഴുക്ക് ഉണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ശനിയാഴ്ച രാവിലെ വീണ്ടും പുനരാരംഭിച്ചു. ഇതിനിടയിലാണ് ചൊവ്വലൂർ പടി പാലത്തിനടിയിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്നതായി നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ മൃതദേഹം പുറത്തെടുത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗീതുവാണ് ഭാര്യ. തൃഷ്ണ, തേജസ്, തൃഷ്ണനീത് എന്നിവർ മക്കളാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും വേതനവും നൽകണമെന്നാവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC ഇരുമ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് NK കബീർ അധ്യക്ഷനായി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. സാമ്പത്തിക വർഷം 5 മാസം കഴിഞ്ഞിട്ടും പല വാർഡുകളിലും തൊഴിൽദാനം സൃഷ്ടിക്കാൻ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്ന പിണറായി വിജയന്റെ സർക്കാർ തൊഴിലാളികളെ സംരക്ഷിക്കുകയല്ല, അവരുടെ വേതനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷവും BJPയും ഒരേ തലമുറക്കാരായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, തൊഴിലാളി യൂണിയൻ ലീഡർ റുക്കിയ മുഹമ്മദ് അലി, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, കടവല്ലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സഫീന അസീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് സിജി ജോൺ, K ഗോവിന്ദൻകുട്ടി, MM നിഷാദ്, AU മനാഫ്, ഷാജു ചിറ്റണ്ട എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ പുന്നയൂർക്കുളം സ്വദേശി ഇടം പിടിച്ചു. ബാറ്റിംഗ് ഓൾറൗണ്ടറായ പുന്നയൂർക്കുളം പരൂർ മുഹമ്മദ് ഇനാനാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടി നാടിന് അഭിമാനമായത്. ഓസ്ട്രേലിയ അണ്ടർ-19 ടീമിനെതിരെ ചതുർദിന ഏകദിന പോരാട്ടങ്ങൾക്കുള്ള ടീമിലാണ് താരത്തിന് സെലക്ഷൻ ലഭിച്ചത്. 3 ഏകദിന മത്സരങ്ങളും 2 ചതുർദിന പോരാട്ടങ്ങളുമാണ് ഇന്ത്യ കളിക്കുക. സെപ്റ്റംബർ 21, 23, 26 തീയതികളിലായിട്ടാണ് ഏകദിന മത്സരങ്ങൾ. സെപ്റ്റംബർ 30 മുതലാണ് ചതുർദിന പോരാട്ടം തുടങ്ങുന്നത്. മുൻ ഇന്ത്യൻ പരിശീലകനും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡിന്റെ മകൻ സമിത് ദ്രാവിഡും ടീമിലുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിലും മഹാരാജ T20 മത്സരങ്ങളും നടത്തിയ മികവുറ്റ പ്രകടനമാണ് ഇന്ത്യൻ അണ്ടർ-19 ടീമിലേക്കുള്ള വഴി തെളിച്ചത്. പുന്നയൂർക്കുളം പരൂർ സ്വദേശി വീട്ടിലെ വളപ്പിൽ ഷാനവാസ് റഹീന ദമ്പതികളുടെ മകനാണ് ഇനാൻ. തൃശൂർ മുണ്ടൂർ ആത്രയ ക്രിക്കറ്റ് അക്കാദമിയാണ് പരിശീലനം നൽകുന്നത്. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിക്കെതിരെ സമൂഹം പ്രതികരിക്കണമെന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ടുനേർച്ചയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം അഭിപ്രായപ്പെട്ടു. NK അക്ബർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കാണാത്ത രീതി ഇന്ന് വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ അന്യമതസ്ഥരുടെ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനും ന്യൂനപക്ഷങ്ങളെ ഭയവിഹ്വലരാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ ഘട്ടകാലത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സംസ്കാരവും ചരിത്രവും, സംസ്കാരം എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും നല്ല ഒരു നിർവചനം മനുഷ്യന്റെ മാറ്റുരച്ചു നോക്കണം, ഉരക്കല്ലാണ് സംസ്കാരം എന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ മാറ്റു ഉരച്ചു നോക്കേണ്ടതാണ്, അല്ലാതെ മനുഷ്യന്റെ മനസ്സിനെ വക്രീകരിക്കാനും മലിനപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളാണ് രാജ്യത്തെ ഭരിക്കുന്നവർ, പ്രത്യേകിച്ച് രാജ്യത്തെ കേന്ദ്ര ഭരണാധികാരികൾ ശ്രമിക്കുന്ന ഒരു സന്ദർഭം. മഹല്ല് പ്രസിഡന്റ് റൌഫ് AK അധ്യക്ഷനായിരുന്നു. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യത്താണ് വഖഫ് ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരം നീക്കങ്ങൾക്കെതിരെ പൗരസമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. ആരാധനാലയങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളുമായി നടക്കുമ്പോൾ തന്നെ ഒരു നാടിന്റെ സാംസ്കാരികപരവും സാമൂഹ്യപരവുമായിട്ടുള്ള ഇടങ്ങളാകണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാംസ്കാരിക പ്രഭാഷണം നിർവഹിച്ചു. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായിരുന്നു. PT അജയ് മോഹൻ, ഡോക്ടർ സരിൻ, അഷ്റഫ് കോക്കൂർ, മുഹമ്മദ് കുഞ്ഞി, രാജൻ, അഡ്വക്കേറ്റ് AM രോഹിത്, ജാഫർ അലി ദാരിമി എന്നിവർ പ്രസംഗിച്ചു. കഫീൽ പുത്തൻപള്ളി സ്വാഗതവും ഷമീം കോമത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് റഹീം പെരുമ്പുംകട്ടിലിന്റെ അധ്യക്ഷതയിൽ നടത്തിയ അനുസ്മരണ സംഗമത്തിൽ പേരോട് മുഹമ്മദ് അസ്ഹരി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ആമീൻ പുളിയഞ്ഞാലിൽ സ്വാഗതവും ഷമീം കോമത്ത് നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടത്തുന്ന ഭക്ഷണ വിതരണത്തിനു ശേഷം സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ സമാപന പ്രാർത്ഥനയോടെ ആണ്ടുനേർച്ചയ്ക്ക് സമാപ്തിയാകും. CCTV ന്യൂസ് പൊന്നിയൂർകുളം. കടവല്ലൂർ കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു മറിഞ്ഞ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്ക്. പഴഞ്ഞി കോട്ടോൾ സ്വദേശി മുബാറക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 12:30 കരിക്കാട് KK റീജൻസിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ റെഡോൺ ആംബുലൻസ് പ്രവർത്തകൻ ഷാഹിറിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പെരുമ്പ്ലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനും 42ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിനും ഞായറാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സുവിശേഷ യോഗത്തിനായി 12,000 ചതുരശ്ര അടി വലിപ്പമുള്ള പന്തലൊരുങ്ങിക്കഴിഞ്ഞു. പള്ളിയിലേക്കുള്ള വഴികളിൽ വൈദ്യുതി ദീപങ്ങളും പ്രകാശിച്ചു. ഞായറാഴ്ച രാവിലെ മാത്യൂസ് മോർ തീമോത്തിയോസ് മെത്രോപൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് കുർബാനയ്ക്കു ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിം മോർ കുറിലോസ് ബാബയുടെ 150ാമത് ഓർമ്മയിലും മലങ്കരയുടെ പ്രകാശഗോപുരം കാലം ചെയ്ത ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാബയുടെ 28ാമത് ഓർമ്മയിലും ഇടവകയിൽ അനുസ്മരണം നടക്കും. ദിവംഗതരായ വൈദികരുടെ ഓർമ്മ പുതുക്കും. വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിനു ശേഷം 42ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിൽ TV പ്രഭാഷകനായ ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും. തുടർ ദിവസങ്ങളിൽ വൈദികരും പ്രമുഖ പ്രഭാഷകരുമായ പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ, മാത്യൂസ് ഈരാളിൽ, എൽദോസ് പുളിഞ്ചോട്ടിൽ, സേവറിയോസ് M തോമസ്, ഏലിയാസ് അരീക്കൽ എന്നിവർ വചന പ്രഘോഷണം നടത്തും. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, സുവിശേഷ യോഗം എന്നിവ നടക്കും. സെപ്റ്റംബർ 7-ാം തീയതി രാത്രി സന്ധ്യാനമസ്കാരത്തിന് പൗലോസ് മോർ ഐറേനിയോസ് മെത്രോപൊലീത്ത കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസയും, ദൈവമാതാവിന്റെ പരിശുദ്ധ സൂനോറെ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-ാം തീയതി പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി, കുടുംബ യൂണിറ്റ്, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും 42ാമത് സുവിശേഷ മഹായോഗവും നടത്തപ്പെടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. നാളെ രാവിലെ അഭിനയ പിതാവായിരിക്കുന്ന മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി എഴുന്നള്ളി വന്ന വിശുദ്ധ കുർബാന ചൊല്ലി നമ്മെ അനുഗ്രഹിക്കും. വൈകുന്നേരം ജേക്കബ് മഞ്ഞളി അച്ഛൻ വചനശ്രൂഷയിലൂടെ നമ്മെ അനുഗ്രഹിക്കും. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ധ്യാനവും ക്രമീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ സുവിശേഷ മഹായോഗവും ക്രമീകരിച്ചിട്ടുണ്ട്. അമ്മയുടെ ജനന പെരുന്നാളിലെ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും
ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. അക്ഷരശ്ലോക കാവ്യകേളി കലയിലേർപ്പെട്ടിരിക്കുന്നവരുടെ സംഘടനയായ അക്ഷരകേളിയുടെ രണ്ടാമത് പുരസ്കാരം കവിയും അക്ഷരശ്ലോക വിശാരദനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന് 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ VP ജോയ്, സരസമ്മ K നായർ, VK സുധാകരൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. നവംബറിൽ എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. എരുമപ്പെട്ടി വെള്ളർക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വേലൂർ കാവുങ്കൽ വീട്ടിൽ ജിഷ, വെള്ളർക്കാട് അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ സലാം, ഭാര്യ ഷംസിയ എന്നിവർക്കാണ് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു അപകടം. ജിഷയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും അബ്ദുൽ സലാം, ഭാര്യ ഷംസിയ എന്നിവരെ വെള്ളർക്കാട് സഹചാരി ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഷംസിയുടെ പരിക്ക് ഗുരുതരമാണ്. കേരള വിഷൻ അറിയിപ്പ്. സെപ്റ്റംബർ 1 മുതൽ കേരള വിഷൻ സെറ്റ് ടോപ്പ് ബോക്സുകളിലെ ചാനൽ നമ്പറുകളിൽ മാറ്റമുണ്ട്. സൂര്യ TV ചാനൽ നമ്പർ 7-ലും ഫ്ലവേഴ്സ് TV 8-ാം ചാനലിലും കേരള വിഷൻ ചാനൽ 13-ാം നമ്പർ ചാനലിലുമായി ലഭ്യമാകും. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം കഴുകി വൃത്തിയാക്കുവാൻ ചെന്നൈയിൽ നിന്ന് യൂത്ത് അസോസിയേഷൻ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന സംഘടനയുടെ പ്രവർത്തകരെത്തി. പരമം പവിത്രം എന്ന പദ്ധതിയുടെ ഭാഗമായി 60 പേർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രവും പരിസരവും വിളക്കുകളും പാത്രങ്ങളുമെല്ലാം വൃത്തിയാക്കി. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഡ്വക്കേറ്റുമാർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് കൂട്ടായ്മയിലുള്ളത്. തമിഴ്നാട്ടിലെ 1000-ഓളം ക്ഷേത്രങ്ങളിൽ ശുചീകരണ പദ്ധതി പ്രാവർത്തികമാക്കിയ ശേഷമാണ് നെല്ലുവായ് ക്ഷേത്രത്തിൽ ഇവർ എത്തിയത്. അഡ്വക്കേറ്റ് R കൃഷ്ണമൂർത്തി, KV സുബ, വിശ്വനാഥൻ, ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. Personal thing, we are personal prayer to God, and this we are dedicating as a personal service to God. In default enna arudhu oru satsangama பண்ணும்போது it's always said, no, Adi Shankara said satsangatve nissangatvam. When we do it as a satsangam, it leads us to the path of divinity. எல்லாரும் சேர்ந்து பண்ணும்போது அந்த வகையில இன்னைக்கு தன்வந்திரி டெம்பிள் வந்திருக்கோம் இங்க. ஸோ தன்வந்திரி வந்து நம்மளுக்கு நம்மளுடைய ரோகத்தெல்லாம் நீக்கிற ஒரு கடவுள். இன்னைக்கு ரொம்ப ரொம்ப உலகத்துல அடிப்படையா தேவை ஆரோக்கியம் தான். அந்த ஆரோக்கியத்தை கொடுக்கிற இந்த க்ஷேத்திரத்துல இந்த பகவானுக்கு முன்னாடி இந்த வாய்ப்பை கொடுத்தவா இந்த நிர்வாகத்தினருக்கு எங்களோட நன்றியை தெரிவிச்சுண்டு. பட் நீங்க என்ன பண்ணணும்னா, உங்க பக்கத்துல இருக்கிற கோவில், உங்க வீட்டு பக்கத்துல இருக்கிற கோவில்ல ஏதான ஹெல்ப் பண்ணா, அவ ஏதாவது கிளீன் பண்ணா நீங்க போய் பார்ட்டிசிபேட் பண்ணுங்க. அதுதான் சக்சஸ் ஆஃப் த ப்ராஜெக்ட்னு சொல்லியிருக்கோம். இஃப் வி கேன் இன்ஸ்பயர் ஒன் சிங்கிள் பர்சன் டு டேக் இட் ஃபார்வர்ட், அதுதான் எங்களுடைய மிகப்பெரிய சக்சஸ் இருக்கு. തൃശൂർ സഹോദയ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റിന് മുന്നോടിയായി നഗരത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI വർണ്ണ ബലൂണുകൾ പറത്തി റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ കരാട്ട വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനങ്ങളും സ്കേറ്റിംഗും സൈക്കിൾ റോഡ് ഷോയെ വർണ്ണാഭമാക്കി. അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത ഷോ സീനിയർ ഗ്രൗണ്ടിൽ സമാപിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. സെപ്റ്റംബർ 2, 3, 4 തീയതികളിലായി സീനിയർ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്പോർട്സ് മീറ്റിന് ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. സ്പോർട്സ് മീറ്റിൽ 61 വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് വ്യവസായ കേന്ദ്രം കെട്ടിടത്തിനോട് ചേർന്ന് ഇടിഞ്ഞു താഴ്ന്ന കിണർ ജിയോളജി വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ സംഘം സമീപത്തെ താമസക്കാരോട് ബന്ധുവീടുകളിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. മരത്തങ്കോട് പഴുന്നാന റോഡിൽ കടങ്ങോട് പഞ്ചായത്ത് അധീനതയിലുള്ള വ്യവസായ കേന്ദ്രം കെട്ടിടത്തിനോട് ചേർന്ന കിണറാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു താഴ്ന്നത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം യന്ത്രസഹായത്തോടെ കിണർ മണ്ണിട്ട് മൂടിയിരുന്നു. ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഓഫീസർ ആസിയ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സരീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. പുന്നീർകുളത്തെ സ്വകാര്യ റിസോർട്ടിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ലെന്ന് പരാതി. പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികളുടെ കൂട്ടായ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുന്നയൂർകുളം കുന്നത്തൂരിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ലെന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിനെ സംബന്ധിച്ച് വീഡിയോ സഹിതം പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളുണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു.
ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഇൻസിനറേറ്റർ ശാസ്ത്രീയമല്ലെന്നും സ്ഥാപിച്ചിട്ടുള്ളത് വീടുകൾക്ക് സമീപമാണെന്നും കത്തിക്കുമ്പോൾ പ്രദേശത്തെ വീടുകളിലേക്ക് പുക പടരുന്നതായും മലിനജലം പുറത്ത് കെട്ടിക്കിടക്കുന്നതായും ഭക്ഷണ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തുറസായ സ്ഥലത്ത് ഇടുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രോപ്പറായിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്താതെയാണ് ആ പരിസര പ്രദേശത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇത് ഭയങ്കര സ്മെല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴും അവിടെ ഒരുപാട് വേസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും. പ്രദേശവാസികൾ നൽകിയ പരാതിയിൽ പരിശോധന നടത്തിയതായും റിസോർട്ടിന്റെ പരിസരം മലിനമായി കിടക്കുന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപ പിഴ ചുമത്തിയതായും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. വിഷയത്തിൽ തുടർ നടപടികളെടുക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്തുമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ഇല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കൂട്ടായ്മ ഭാരവാഹികളായ ഹരിയെഴുത്തുപുരയ്ക്കൽ, വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ, സജീവ് കരുമാലിക്കൽ, മുരളി പൊലിയത്ത്, സനിൽ വെള്ളിക്കാട്ടിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഫസ്റ്റ് ഈ പ്രശ്നം വന്നേക്ക് ആൾ വന്നിട്ട് 2 ദിവസം ടൈം കൊടുത്തിട്ട് അതിനുള്ള പോലെ താൽക്കാലികമായിട്ട് അത് മാറ്റും. പിന്നെ പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ പ്രശ്നം ഉണ്ടായി. അപ്പോൾ നമ്മൾ എല്ലാവരും വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇപ്പോൾ ഗ്രാമസഭയിൽ നാട്ടിൽ പരാതി കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിട്ടും റീസൺ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായിട്ടില്ല. വരിക 2 ദിവസത്തിനുള്ള താൽക്കാലികമായിട്ട് ക്ലിയർ ചെയ്യാൻ പോകും. അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. CCTV ന്യൂസ് പുന്നേർകുളം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന് സമീപം പാർക്ക് ചെയ്ത ബൈക്കിന്റെ ഹെൽമറ്റ് മോഷ്ടിച്ചു. പുന്നൂർക്കുളം ചമ്മന്നൂർ സ്വദേശി കോർമത്തയിൽ വീട്ടിൽ ബിന്യാമിന്റെ ഹെൽമറ്റാണ് മോഷ്ടാവ് കവർന്നത്. മകളുടെ ചികിത്സയുടെ ഭാഗമായി ബിന്യാമിൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ബൈക്കിലെ ഹെൽമറ്റ് കാണാത്തതിനെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി. തുടർന്ന് സൂപ്രണ്ട് ആശുപത്രിയിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ബൈക്കിലെത്തിയ അജ്ഞാതൻ പാർക്ക് ചെയ്ത ബൈക്കിലെ ഹെൽമറ്റ് കവർന്നതായി കണ്ടെത്തിയത്. ആശുപത്രി സൂപ്രണ്ട് പരാതി കുന്നംകുളം പോലീസിന് കൈമാറി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുന്നൂർ പഞ്ചായത്തിലെ പൊതുമരാമത്ത് റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്തിലെ വെട്ടിപ്പുഴ മുതൽ മന്ദലാംകുന്ന് ബീച്ച് വരെയും വടക്കേക്കാട് തെക്കിനിയടത്ത് പടി മുതൽ കുഴിങ്ങര വരെയും കുഴിങ്ങര മുതൽ എടക്കഴിയൂർ കാജ കമ്പനി വരെയുമുള്ള പൊതുമരാമത്ത് റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നും തെക്കിനിയടത്ത് പടി, കുഴിങ്ങര, അവിയൂർ, വളയന്തോട് എന്നീ പ്രദേശങ്ങളിലെ പൊതുമരാമത്ത് റോഡുകളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് ഭരണസമിതി യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ, ഷമീം അഷ്റഫ്, AK വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ MK അറാഫത്ത്, C അഷ്റഫ്, റസീന ഉസ്മാൻ, അസീസ് മന്ദലാംകുന്ന് എന്നിവർ സംസാരിച്ചു. ഓണത്തിന് പൂക്കളമൊരുക്കാനുള്ള പൂക്കൾ സ്വന്തമായി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് പോർക്കുളം പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പുഷ്പകൃഷി വിജയഗാഥയായി മാറി. പോർക്കുളം പഞ്ചായത്ത് സമഗ്ര പൂക്കൃഷി വികസന പദ്ധതിയിലൂടെ 20,000 ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തിരുന്നു. കുടുംബശ്രീയും JLG ഗ്രൂപ്പുകളും വ്യക്തികളും പൂക്കൃഷി ചെയ്തതോടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു. 12 രൂപയോളം വിലയുള്ള ചെണ്ടുമല്ലി തൈകൾ ഗുണഭോക്തൃവിഹിതമായി 1 രൂപ മാത്രം വാങ്ങിയാണ് വിതരണം ചെയ്തത്. ചെണ്ടുമല്ലി വിരിഞ്ഞു തുടങ്ങിയതോടെ വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് കുടുംബശ്രീ അംഗങ്ങൾ. ഓണത്തിന് പൂക്കളമൊരുക്കാനുള്ള മുഴുവൻ ചെണ്ടുമല്ലിപ്പൂവും വിളയിച്ചെടുത്ത സന്തോഷത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. അഗതിയൂരിൽ 3 വനിതകളുടെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഞായറാഴ്ച രാവിലെ 10-ന് എംബാലാജി ഉദ്ഘാടനം ചെയ്യും. TK വാസു, പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാകും. കാരാമിൽ സുമിഷ ഉണ്ണികൃഷ്ണൻ, മേക്കാട്ടുകുളം അനുജോജി, മിൽജ ജോബി എന്നിവർ ചേർന്നാണ് പൂക്കൃഷി ചെയ്തത്. ഞങ്ങളിപ്പോൾ 2 സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പൂക്കൃഷി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് ഇങ്ങനെ കുറച്ച് ദിവസമായി ആലോചിക്കുന്നത്. അപ്പോൾ ഓണക്കാലല്ലേ, അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ ഈ പൂക്കൃഷി. കൃഷി ചെയ്തിട്ട് ആ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എൻ്റെ കൂടെയുള്ള കുട്ടി സുമിഷ എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു മികച്ച സംരംഭക എന്നുള്ളൊരു അവാർഡ്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ സന്തോഷമാണ്. നമ്മൾ ഈ പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇത് ലാഭം നോക്കിയിട്ടല്ല ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭംഗി നമുക്ക് ലാഭവും നഷ്ടമൊക്കെ സംഭവിക്കാം, പക്ഷെ ആ വിരിഞ്ഞ് നിൽക്കുന്ന ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. പിന്നെ സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാണാനൊരു ഭംഗിയുള്ള പൂവ് നമുക്ക് കണ്ണിന് ഭയങ്കര കുളിർമയുള്ള കാഴ്ചയാണ്. ഇപ്പോൾ അടുത്തൂടെ പോണവരൊക്കെ നമ്മൾ ഇങ്ങോട്ടൊന്നും നോക്കാതെ പോവില്ല, അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക്. ചെണ്ടുമല്ലി, വാടാർമല്ലി, ജമന്തി എന്നിവയുടെ വിളവെടുപ്പാണ് ഞായറാഴ്ച നടക്കുക. CCTV ന്യൂസ് പെരുമ്പിലാവ്. വയനാടിനായി പുത്തൻകടപ്പുറം HLP സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 10,049 രൂപ
ചാവക്കാട് താലൂക്ക് തഹസിൽദാർ TK ഷാജിക്ക് കൈമാറി. വിദ്യാർത്ഥികളുടെ സമ്പാദ്യപ്പെട്ടി, പിറന്നാൾ ഉടുപ്പിനായും വിനോദയാത്രയ്ക്കായും വേണ്ടി മാറ്റിവെച്ച തുക തുടങ്ങിയവ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ വയനാടിന് വേണ്ടി നൽകിയത്. താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ VN മുഹമ്മദ് അഷ്റഫ്, അധ്യാപകരായ ജിഷ മാത്യു, സിമി വർഗീസ്, PTA പ്രസിഡന്റ് മുസ്തഫ തയ്യിൽ, MPTA പ്രസിഡന്റ് M റസീന എന്നിവർ സംബന്ധിച്ചു. വയനാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇവർ സ്വരൂപിച്ച പൈസ, അവരുടെ സമ്പാദ്യപ്പെട്ടിയിൽ നിന്ന് അവർ ടൂർ പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പൈസയും പിന്നെ യൂണിഫോം ഡ്രസ്സ് വാങ്ങാൻ വെച്ചിട്ടുള്ള പൈസയൊക്കെ കളക്ട് ചെയ്താണ് അവർ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. മൊത്തം 10,049 രൂപ നമ്മൾ താലൂക്ക് തഹസിൽദാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുവാൻ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് നടത്തി. സ്കൂൾ ടൂറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം SHO UK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ VK സുനിൽകുമാർ അധ്യക്ഷനായ യോഗത്തിൽ പ്രിൻസിപ്പൽ PI റസിയ, SPC CPOമാരായ ഷീന, ഹരിദാസ്, PTA വൈസ് പ്രസിഡന്റ് സുരേഷ്, SPC കേഡറ്റ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. 1 ലിറ്റർ പാലട പായസത്തിന് 200 രൂപ എന്ന നിരക്കിലാണ് വിതരണം ചെയ്തത്. ചലഞ്ചിന്റെ ഭാഗമായി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ SPC കേഡറ്റ്സ് സ്റ്റാൾ ഒരുക്കിയിരുന്നു. ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. വാചകൻ പ്രകൃതവും സ്വഭാവവും എന്ന പ്രമേയത്തിൽ നടക്കാനിരിക്കുന്ന നബിദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പന്നിത്തടം ലിവാഉൽ ഇസ്ലാം മദ്രസയിൽ നടക്കുന്ന ആർട്സ് ഫെസ്റ്റിന്റെ ലോഗോയും ജഹാനെ ഫുനൂൻ തലക്കെട്ടിന്റെ പ്രകാശനവും നടന്നു. സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിലർ സിംല ഹസൻ പ്രകാശനം നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി മദ്രസയിലെ 3 ഹൗസുകളുടെ പേരുകളിലായി പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗസ, റാമല്ല, റഫ എന്നീ ഹൗസ് നെയിമുകളുടെ പ്രഖ്യാപനവും മഹല്ല വൈസ് പ്രസിഡന്റ് MS ബഷീർ, എക്സിക്യൂട്ടീവ് അംഗം ഷക്കീർ ഹൈദ്രോസ്, കേന്ദ്ര മദ്രസ സ്വദർ മുവല്ലിം മുഹമ്മദ് അലി ലത്തീഫി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ അധ്യാപകരായ നാസർ മുസ്ലിയാർ, അബു താഹിർ ഹസനി, റഷാദ് ഫാളിലി, ഷിഹാബ് റഹ്മാനി, ഹബീബുള്ള റഹ്മാനി, ഇബ്രാഹിം റഹ്മാനി, റഫീഖ് ഫൈസി എന്നിവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നു വന്നിരുന്ന അങ്കൂലിയാങ്കം കൂത്ത് സമാപിച്ചു. കലാമണ്ഡലം സംഗീത് ചാക്യാരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിച്ചത്. കൂടിയാട്ടത്തിന്റെ വേദമായി കാണുന്ന ഈ കലാരൂപം വിസ്മൃതിയിലേക്ക് മാറുകയാണ്. ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കൂലിയാങ്കം കൂത്ത്. ഹനുമാൻ മാത്രമാണ് ഇതിലെ കഥാപാത്രം. ശ്രീരാമ നിർദ്ദേശപ്രകാരം മുദ്രമോതിരവുമായി ലങ്കയിലെത്തുന്ന ഹനുമാൻ സീതയെ കണ്ട് തിരിച്ചെത്തുന്നതുവരെയുള്ള കഥാസന്ദർഭങ്ങളാണ് 526 ശ്ലോകങ്ങളടങ്ങുന്ന അങ്കൂലിയാങ്കം കൂത്തിന്റെ ഇതിവൃത്തം. സംസ്കൃത ശ്ലോകങ്ങൾക്കും മുദ്രകൾക്കുമാണ് ഇതിൽ പ്രാധാന്യം. ശ്ലോകം ചൊല്ലാൻ നങ്ങിയാരും മിഴാവു കൊട്ടാൻ നമ്പ്യാരുമുണ്ടാകും. പാരമ്പര്യം പിന്തുടർന്ന് ഈ കല അവതരിപ്പിക്കുന്നവരാണ് ഇവർ. ആചാരപ്രാധാന്യമുള്ള അങ്കൂലിയാങ്കം കൂത്ത് ചിട്ടവിടാതെ പൂർണ്ണമായും അവതരിപ്പിക്കാൻ നിലവിലുള്ളത് 10-ൽ താഴെ കലാകാരന്മാർ മാത്രം. ഈ നില തുടർന്നാൽ ഒരു കലാരൂപം അന്യം നിന്നുപോകുന്ന സ്ഥിതിയുണ്ടാകും. ലോകപൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഈ കലയുടെ ഉത്ഭവസ്ഥാനമാണ് മറയാനൊരുങ്ങുന്നത്. അങ്കൂലിയാങ്കം കൂത്തറിയുന്നവരിൽ പ്രധാനിയായ അമ്മനൂർ കുട്ടൻ ചാക്യാർക്ക് 70 വയസ്സ് പിന്നിട്ടു. പൈങ്കുളം നാരായണ ചാക്യാർ 60കളിലാണ്. കലാമണ്ഡലം സംഗീത് ചാക്യാർ, അമ്മനൂർ രജനീഷ് ചാക്യാർ തുടങ്ങിയവരാണ് മറ്റു പ്രധാനികൾ. അങ്കൂലിയാങ്കം കൂത്തിലെ ചില ദിവസങ്ങളിലെ അവതരണം മാത്രം പഠിച്ചവരുണ്ട്. പക്ഷേ 12 ദിവസത്തെ അവതരണവും ചിട്ടകളും പൂർണ്ണമായും പഠിച്ചാൽ മാത്രമേ ആചാരപൂർവ്വം ഇത് അവതരിപ്പിക്കാനാകൂ. പുതിയ തലമുറയിൽ വളരെ കുറച്ചുപേർ ഇത് പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുടെ കുറവുകളുണ്ടെന്ന് കടവല്ലൂർ ക്ഷേത്രത്തിൽ കൂത്തു നടത്തിയ സംഗീത് ചാക്യാർ പറയുന്നു. അപ്പോൾ അത് വളരെ വിരളമായ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ കടവല്ലൂർ, അതുപോലെ ഗുരുവായൂർ, വെള്ളർക്കാട്, കൂടൽമാണിക്യം ക്ഷേത്രം, അതുപോലെ തൃപ്രയാർ, മാടായിക്കാവ്, അങ്ങനെ കുട്ടിയൂർ, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളിലുണ്ട്. വളരെ ബൃഹത്തായിട്ടുള്ളൊരു കഥാവിവരണമാണ് അങ്കുലിയാങ്കത്തിലുള്ളത്. 526 ശ്ലോകങ്ങളോളം അങ്ങനെയുള്ള പദ്യങ്ങളൊക്കെ ചമച്ച്
അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവതരണ രീതി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല മറ്റുള്ള കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങൾ ഇന്ന് പൊതുവേദികളിൽ ഉണ്ടെങ്കിലും നിറഞ്ഞ സാന്നിധ്യമുണ്ടെങ്കിലും അങ്കുലിയാങ്കം കൂത്ത് എന്നും ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു പക്ഷേ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കഥാവിവരണം ആയതുകൊണ്ടായിരിക്കാം. അങ്കുലിയാങ്കം കൂത്ത് അവതരിപ്പിക്കാൻ ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ എന്നീ 3 പേർ വേണം. ചടങ്ങുകൾ അറിയാവുന്ന നമ്പ്യാരുടെയും നങ്ങ്യാരുടെയും എണ്ണത്തിലും കുറവുണ്ട്. ചാക്യാർക്കടക്കം തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. ഗുരുവായൂർ, കൂടൽമാണിക്യം, തൃപ്രയാർ, കൊട്ടിയൂർ, മാടായിക്കാവ്, കടവല്ലൂർ, വെള്ളറക്കാട്, തിരുമൂഴിക്കുളം തുടങ്ങിയ ക്ഷേത്രങ്ങളടക്കം ചുരുക്കം വേദികളിൽ മാത്രമാണ് ഇപ്പോൾ അങ്കുലിയാങ്കം അവതരിപ്പിക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം ക്രസൻഡോ ഫെസ്റ്റ് 2024 ആരംഭിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് അർഷാദ് കെ റഹീം യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തു. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, ബദനി സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OAC, PTA വൈസ് പ്രസിഡന്റ് നിഷ മുത്തലിബ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പ്രണവ് പ്രദീപ്, അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പഞ്ചമി വിനോദ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ധന്യ മുരളീധരൻ സ്വാഗതവും T അശ്വതി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്കൂട്ടർ വഴിപാടായി ലഭിച്ചു. TVS കമ്പനിയാണ് പുതുതായി പുറത്തിറക്കിയ ജൂപ്പിറ്റർ ഹൈബ്രിഡ് മോഡൽ സ്കൂട്ടർ വഴിപാടായി നൽകിയത്. വാഹനപൂജയ്ക്ക് ശേഷം കിഴക്കേനടയിൽ നടന്ന ചടങ്ങിൽ TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് KN രാധാകൃഷ്ണൻ സ്കൂട്ടറിന്റെ താക്കോലും രേഖകളും ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് കൈമാറി. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ K രാധ, പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ VC സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ വിശുദ്ധ ദേവമാതാവിന്റെ ജനനപ്പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും സന്ധ്യാനമസ്കാരവും ഉണ്ടാകും. ഇട ദിവസങ്ങളിൽ 7 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടാകും. കുർബാന ഏറ്റുകഴിക്കുന്നവരും നേർച്ചകൾക്കും സംഭാവനകൾക്കും ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുന്നൂർ പഞ്ചായത്തിലെ ആലാപാലം ശ്മശാനം ആധുനിക വാതക ശ്മശാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ലഭിച്ചു. നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കാൻ പുന്നൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന സർവകക്ഷി യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നു. 1,26,00,000 രൂപ ചെലവിലാണ് ശ്മശാനം നിർമ്മിക്കുക. പുന്നൂർ പഞ്ചായത്തിലെ 1/3 വരുന്ന ജനസമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു ആധുനിക വാതക ശ്മശാന നിർമ്മാണം. ജനങ്ങളുടെ ആശങ്ക അകറ്റി നിർമ്മാണ പ്രവർത്തികൾ ത്വരിതഗതിയിലാക്കാൻ ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫിലോസഫി പരീക്ഷയിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയ ചാലിശ്ശേരി പറമ്പിൽ പീടികയിൽ ഫാത്തിമത്ത് അൻസിയയെ മികവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർഡ് മെമ്പർ VS ശിവാസ് ഉപഹാരം സമ്മാനിച്ചു. മികവ് അംഗങ്ങളായ KA മോഹനൻ, ഷാജഹാൻ, സിദ്ദിഖ്, അമൽ എന്നിവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഫാത്തിമത്ത് അൻസിയ തൃശൂർ കേരളവർമ്മ കോളേജിലാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത്. പ്രവാസിയായ അലിയാർ സാജിദ ദമ്പതികളുടെ മകളാണ്. ചിറക്കൽ ഐഡിയൽ ജനറേഷൻ ഇംഗ്ലീഷ് സ്കൂളിന്റെ മെറിറ്റ് ഡേ ആഘോഷിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ 10ാം ക്ലാസ് വിജയികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചെയർമാൻ അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ CEO സലീബ് കല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സിജി റിസോർട്ട് പേഴ്സൺ അഷ്റഫ് സക്കാഫി ക്ലാസ് നയിച്ചു. രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസ്സും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഷീന സ്വാഗതവും ലീഡർ വിശാഖി ഷാജി നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,695 രൂപ, സ്വർണം പവന് 53,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചരമം ഇയാൽ പടിഞ്ഞാറ്റിൽ വിജയൻ മകൻ അഭിലാഷ് നിര്യാതനായി. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. മിന്നി ഭാര്യയും മിത്ര, മിഥുൽ, മിഷ എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ പടിഞ്ഞാറ് നടയിലെ ആദ്യകാല വ്യാപാരി വടക്കേ ഔട്ടർ റിംഗ് റോഡിൽ പതിയാരുകുറ്റി പെട്ടി സത്യനിവാസിൽ PK സത്യനാഥൻ നായർ നിര്യാതനായി.
86 വയസ്സായിരുന്നു. ഗുരുവായൂർ മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും മർച്ചന്റ് അസോസിയേഷൻ ഏകാദശി വിളക്ക് കമ്മിറ്റി പ്രസിഡന്റുമാണ്. മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ്, മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘം ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. തങ്കമാണ് ഭാര്യ. ജ്യോതിലക്ഷ്മി, ഗീത, വേണുഗോപാൽ, ധന്യ എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. പഴഞ്ഞി തോലത്ത് ഷാജു നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു. വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. സംഭവം കുന്നംകുളം നഗരസഭ ഓഫീസിനടുത്തുള്ള വൺവേയിൽ താലൂക്ക് ആശുപത്രി പരിസരത്ത്. ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെയാണ് സംഭവം. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഗുരുവായൂർ ഇരിങ്ങപ്പുറം പീച്ചിലി വീട്ടിൽ 46 വയസ്സുള്ള ബിജു. മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വലൂർ പടി പാലത്തിനടിയിൽ വെച്ച്. ഭക്തിപുരസരം പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ച. ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഭക്ഷണ വിതരണം ഞായറാഴ്ച രാവിലെ മുതൽ. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിക്കെതിരെ സമൂഹം പ്രതികരിക്കണമെന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ചയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം. മരത്തങ്കോട് പഞ്ചായത്ത് വ്യവസായ കേന്ദ്രം കെട്ടിടത്തിനോട് ചേർന്ന് ഇടിഞ്ഞു താഴ്ന്ന കിണർ ജിയോളജി വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ സംഘം സമീപത്തെ വീട്ടുകാരോട് താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മാറി നിൽക്കാൻ അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.